മോളെ ചിന്നു, നിനക്ക് ഈ ചേച്ചിയോട് ദേഷ്യാണോ? ദേഷ്യാണെങ്കിലും വെറുപ്പാണെങ്കിലും നീയും അമ്മയും തൽക്കാലത്തേക്ക് അതൊന്ന് സഹിച്ചേ പറ്റൂ. അത് എനിക്ക് വേണ്ടി മാത്രല്ല, നമ്മുടെ കുടുംബത്തിനും വേണ്ടിയാ. അറിഞ്ഞിടത്തോളം ഇവിടുത്തെ മാഡത്തിന് നിന്നൊട്ടും താല്പര്യമില്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ പറയും ഞാൻ നിന്റെ ചേച്ചിയാന്ന്? അവരുടെ കമ്പനിയിലെ ജോലി, അർജുൻ സാറുമായിട്ടുള്ള എന്റെ ഫ്രണ്ട്ഷിപ്പ്, അതിലൂടെയൊക്കെയാ ഞാൻ രക്ഷപ്പെടാൻ പോകുന്നത്. എന്നിലൂടെ നിങ്ങളും. ഇത്രയും വർഷം നമ്മൾ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചില്ലേ മോളെ? ഇനിയും നമ്മളത് തുടരണോ? ഈ ആയുസിൽ അനുഭവിക്കാനുള്ളതെല്ലാം നമ്മൾ അനുഭവിച്ചില്ലേ? ഇനി മതി. അധികം താമസിയാതെ ഞാൻ നിങ്ങളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. അതുവരെ നമുക്കിങ്ങനെ അപരിചിതരായി കഴിയാം. മോള് ഇവിടെ വന്ന് നിൽക്കായിരുന്നു. ഞാൻ വെറുതെ ചിന്നുവായിട്ട് സംസാരിച്ച് നിൽക്കായിരുന്നു. മോളുടെ വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട് കുറച്ച് ദൂരെയാ. വീട്ടില് അമ്മയച്ഛനും മാത്രമേ ഉള്ളൂ. നേരത്തെ മഹി പറഞ്ഞത് ശരിയാ, നിങ്ങൾ തമ്മില് എവിടെയൊക്കെ ചെറിയ സാമ്യമുണ്ട്. ചിലപ്പോ തോന്നുന്നതാവും. എന്നാലേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, പോവാനുള്ള സമയമായി. ശരി. നല്ല കുട്ടിയല്ലേ?